ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ലേഹത്തിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ലേഹത്തിന് ആവശ്യമായ സാമഗ്രികളൊക്കെ നമുക്ക് നോക്കട്ടോ. ഫസ്റ്റ് വേണ്ടത് 2 പനഞ്ചക്കരയും കേട്ടോ, പിന്നെ ഇന്ദുപ്പും കായയും, പിന്നെ ചീനപ്പഞ്ചാര, പിന്നെ കൽക്കണ്ടം, പിന്നെ വേണ്ടത് മരുന്നുകളാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടോ, 2 നമുക്ക് മരുന്നുകൾ കിട്ടിയിട്ടുണ്ടോ. ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഫുള്ളായിട്ടുള്ള മരുന്നുകളൊക്കെ. പിന്നെ നമ്മൾ ബദാമിൻ്റെ തൊലി വെള്ളത്തിൽ രാത്രി ഇട്ടുവെച്ചിക്കാണ്ട് തൊലിയൊക്കെ കളഞ്ഞിക്കാണ്ട് നമ്മൾ ഒക്കെ മിക്സിയിലിട്ടിക്കാണ്ട് നമ്മൾ ഫുള്ളായിട്ട് അരച്ച് വെച്ച് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വേണ്ടത് മുരിക്കയിലയും, പിന്നെ തുളസി, പിന്നെ കഞ്ഞിക്കൂർക്കൻ്റെ ഇല, ഇതൊക്കെ നമ്മൾ അരച്ചിക്കാണ്ട് ഇങ്ങനെ അരിപ്പിയിൽ ഫുള്ള് അരച്ച് വെള്ളമാക്കി മാറ്റി വെക്കട്ടോ. അപ്പോൾ കഞ്ഞിക്കൂർക്കൻ്റെ ഇതൊന്നും നിങ്ങൾക്ക് ഞാൻ കാട്ടുന്നില്ല, പക്ഷെ ഒക്കെ ഇതിലേക്ക് അരച്ചിക്കാണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഔഷധങ്ങൾ കിട്ടുന്നതൊക്കെ നിങ്ങൾ ഇതിലേക്ക് അരച്ചിക്കാണ്ട് പാരട്ടോ. പിന്നെ നമ്മൾ ചെറിയുള്ളി, വെളുത്തുള്ളി, വലിയുള്ളി എന്നിവ അരച്ച് പേസ്റ്റ് ആക്കിക്കൊണ്ടോ. ഇത് വേവിച്ചിക്കാണ്ട് നമ്മൾ അരച്ചിക്കാണ്ടോ. പിന്നെ ആട്ടിൻ സൂപ്പാണ് കേട്ടോ. അത് നിങ്ങൾക്ക് എങ്ങനെ കാട്ടേണ്ടതൊക്കെ അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ മതി, എങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ ശർക്കര, നമ്മൾ ഇത്രയും ശർക്കര എടുത്തുകൊണ്ട് നമ്മളൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉലുവ വേവിച്ചിക്കാണ്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവ നമുക്ക് ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ടെടുത്തുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ അരച്ചെടുക്കട്ടോ. പിന്നെ നമ്മൾ കഷായം തീമിച്ചിന് കേട്ടോ. അപ്പോൾ 20 ജഗ്ഗിൽ വെള്ളം പറഞ്ഞാണ്ട് പിന്നെ നമ്മൾ 10 ലിറ്ററൊക്കെ ആക്കി എടുത്തുക്കാൻ കേട്ടോ. അപ്പോൾ കഷായം നമുക്ക് ഇങ്ങനെ അരച്ചെടുക്കാം. കഷായത്തിൻ്റെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ഇട്ടാൽ മതി കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയുള്ളത് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മരുന്നുകളൊക്കെ ഫുള്ളായിട്ട് നമുക്ക് ഇതിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മരുന്നുകളൊക്കെ അരച്ചെടുത്ത് കഴിഞ്ഞിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മാറ്റി വെച്ച ഉള്ളിൻ്റെ വെള്ളവും ഈ കഷായമൊക്കെ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ആട്ടിൻ സൂപ്പ്, ഉള്ളിൻ്റെ വെള്ളം, ശർക്കര ഫുള്ള് അരച്ചിക്കാണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ചൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ അടുപ്പത്ത് കൊണ്ടുപോയി വെക്കട്ടോ. എന്നിട്ട് അവിടുന്ന് പിന്നെ ഇങ്ങനെ ഓരോ ഉള്ളിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പാർന്നാൽ മതിട്ടോ. അപ്പോൾ നമ്മൾ പുറത്താണ് കേട്ടോ ഇതാക്കിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ കടയിലൊക്കെ കൊടുക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പുറത്താക്കിക്കുന്നത്, കുറേ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇലവെള്ളം ഫുള്ളായിട്ട് നമ്മളെല്ലാം വെള്ളം ഒതുക്കി പാർന്നു കേട്ടോ, ബദാമിൻ്റെ വെള്ളം. എന്നിട്ട് ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. ഏകദേശം ഇത് 4 മണിക്കൂറൊക്കെ ഇളക്കണം കേട്ടോ. അപ്പോഴിത് ശരിക്കും ലേഗായി വരുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ശർക്കര ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കരയൊക്കെ പാർന്ന് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു കുപ്പി എണ്ണ പാർന്നിക്കണേ. പിന്നെ ഒരു ചെറിയൊരു കുപ്പി കൂടി നമ്മൾ എണ്ണ ഇതിലേക്ക് പാർന്നിക്കൊണ്ട്, എണ്ണയൊക്കെ നമ്മൾ ഭാഗമായിട്ട് പാരണം കേട്ടോ. ഫുള്ള് ഒന്നായിട്ട് പാരരുത് കേട്ടോ. നമ്മൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിതിലേക്ക് കൽക്കണ്ടമൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ മാറ്റി വെച്ച എല്ലാ സാമഗ്രികളും ഇപ്പോൾ ഈ ടൈമിൽ നമുക്ക് ഇടണം കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൈ കടിയോല്ലോ, കുറേ ഇളക്കണ്ടേ, 4 മണിക്കൂർ നിൽക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ കട്ടപ്പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഒരു കുപ്പി നെയ്യ് ഇട്ട് കൊടുക്കട്ടോ. ഒരു കുപ്പി ഫുള്ളായിട്ട് നമ്മൾ നെയ്യിട്ട് എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ മഞ്ഞൾ വെള്ളം കലക്കിക്കാണ്ട് നമ്മളിതിലേക്ക് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച എല്ലാ വെള്ളമൊക്കെ പാർന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. നല്ലോണം തീയൊക്കെ കത്തണം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മറ്റേ ഇന്ദുപ്പും കായൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ ഫുള്ളായിട്ട് അത് ലാസ്റ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലേഹം 4 മണിക്കൂറൊക്കെ ഇളക്കി കഴിഞ്ഞാൽ ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് എണ്ണ പാർന്നെടുത്തുകൊണ്ടോ. അപ്പോൾ നമ്മുടെ ലേഹമൊക്കെ റെഡിയായി വന്നിക്കൊണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ, മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊന്നും വല്ലാതെ തിന്നാൻ പറ്റില്ല, എന്നാലും നമുക്ക് തുള്ളിയൊക്കെ കൊടുക്കട്ടോ. കെമിക്കലില്ലാത്ത സാധനങ്ങളല്ലേ ഇതൊക്കെ. അപ്പോൾ ഇത് ഞങ്ങൾ ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. എന്നാലും ഞാനൊക്കെ തിന്നിട്ടുണ്ട്, എനിക്ക് 16 വയസ്സായിട്ടുള്ളൂ. എന്നാലും എനിക്കൊക്കെ ഞാൻ തിന്നലുണ്ട് കേട്ടോ. എന്നാലും ഓവറായിട്ട് തിന്നാനും പാടില്ല, പാകത്തിനൊക്കെ തിന്നാൽ മതി കേട്ടോ. അപ്പോൾ ഓലൊക്കെ തിന്നാൽ പെട്ടെന്ന് തടിക്കും കേട്ടോ. അപ്പോൾ ഇത് കടയിൽ കുറേ കൊടുക്കാണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറേ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തുള്ളി സാധനം കൊണ്ട് നിങ്ങൾ തുള്ളി ഉണ്ടാക്കിയാലും മതി കേട്ടോ. ഇനി വേറെ ഈത്തപ്പഴത്തിൻ്റെ ലേഹത്തിൻ്റെ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കും കേട്ടോ. ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു.